ഹായ് വെൽക്കം. ഞാൻ സതീഷ് കുമാർ. ഇന്ന് 8th സ്റ്റാൻഡേർഡിലെ സ്റ്റേറ്റ് സിലബസിന്റെ മാത്സിലുള്ള സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സാലറി ഓഫ് ആൻ ഓഫീസർ. ഒരു ഓഫീസറുടെ സാലറി എന്ന് പറയുന്നത് അവിടുത്തെ പ്യൂണിന്റെ 5 ടൈം ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഓഫീസറുടെ സാലറി തന്നിട്ടുണ്ട് 75,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ആ പ്യൂണിന്റെ സാലറി എത്ര എന്നാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ പുറമെ എഴുതി പോകാം. സാലറി ഓഫീസറുടെ 75, പ്യൂണിന്റെ സാലറി 1/5 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1/5 ടൈംസ് എന്നുള്ളതും അതെന്ത് ചെയ്യുന്നു 1/5 ഇൻറ്റു 75,000 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 75,000 ഡിവൈഡഡ് ബൈ 5 എന്നായിട്ട് മാറും. അപ്പൊ നമുക്കത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/5 ഇൻറ്റു 75,000 ഈസ് ഈക്വൽ ടു 75,000 ഡിവൈഡഡ് ബൈ 1/5 ദാറ്റ്സ് ഈക്വൽ ടു 15,000. നമ്മുടെ ഫ്യൂണിന്റെ സാലറി 15,000 രൂപയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പിക്നിക് ട്രിപ്പ് ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്തപ്പോൾ അതിന്റെ ടോട്ടൽ വേണ്ടത് 12,500 ആണെന്നാണ്. അവർ പറഞ്ഞു ഒരാള് അതായത് പെർ ഹെഡ് 2,500 രൂപ വെച്ച് അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര പേർ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. തന്നിട്ടുള്ളതെല്ലാം എടുത്തെഴുതാം. ഗിവൺ ആയിട്ടുള്ളത് ടോട്ടൽ എക്സ്പെൻസ് 12,500, പെർ ഹെഡ് 2,500. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒരു പെർ ഹെഡ് എമൗണ്ട് എന്ന് പറയുന്നത് 12,500 ഡിവൈഡഡ് ബൈ 2,500 ഈക്വൽ ടു 5 നമ്പേഴ്സ്. അപ്പൊ ആ ഗ്രൂപ്പിൽ 5 പേർ ഉണ്ടായിരുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 12 ഗീവ് 756 എന്നാണ്. അതായത് ഒരു നമ്പറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 756 കിട്ടി. അപ്പൊ മൾട്ടിപ്ലൈ ആയപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിവിഷൻ ചെയ്യണം. 756 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് 63 ആയിരിക്കും അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത് നമ്പർ ഡിവൈഡഡ് ബൈ 21 ഗീവ് 756. നേരത്തെ മൾട്ടിപ്ലൈഡ് ആയിരുന്നു, അപ്പൊ നമ്മൾ ഡിവിഷൻ ചെയ്തു. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് 756 divided by 21 is equal to 15,876 എന്ന് ആൻസർ കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ the perimeter of a rectangle is 50 meter and the length of one side is 5 meter. What is the area of the rectangle? ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെരിമീറ്റർ തന്നിട്ടുണ്ട്, ഇനി ഒരു സൈഡും തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കുന്നത്. ഏരിയ എന്നുള്ള ലെങ്തിന്റെ ബ്രെഡ്ത്തും പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് പി 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്തും ആണ്. ഇവിടെ ഒരെണ്ണം നീളം കൂടുതലും ഒരെണ്ണം നീളം കുറവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് നീളം കൂടിയത് ഏതാണ് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അൺനോൺ ലെങ്തിനെ നമുക്ക് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഇങ്ങനെയാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 ആണ്. ലെങ്ത് വൺ സൈഡ് 5 മീറ്റർ ആണെങ്കിൽ അടുത്തതാണ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ് 50 മീറ്റർ എന്നുള്ളത്. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 5 ആണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതായത് 2x പ്ലസ് 10 ഈസ് ഈക്വൽ ടു 50 ആണ്. അതിന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ അതിൽ നിന്ന് ആ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 50, ആ ഈ 2 എന്നുള്ളത് നേരെ പുറത്ത് വന്നപ്പോഴത്തേക്ക് 50 ഡിവൈഡഡ് ബൈ 2 ആയി. അങ്ങനെയാണ് ഇത് എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 5 ഈസ് ഈക്വൽ ടു 20 മീറ്റർ. അപ്പൊ രണ്ട് സൈഡ് കിട്ടിയില്ല. ലോങ് ഉള്ളത് 20, മറ്റത് 5 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കും. ഏരിയ എന്നുള്ള ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണ്. അതായത് 20 ഇൻറ്റു 5 ആണ്. അതായത് 100 മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ആറാമത്തെ ഇപ്പോ അനിതയും കൂട്ടുകാരിയും കൂടെ ചേർന്ന് കുറച്ച് പേന വാങ്ങിച്ചു. അപ്പോ അവർക്ക് പേന വാങ്ങിച്ചപ്പോഴത്തേക്ക് 5 പേനയാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചപ്പോഴത്തേക്ക് അവർക്ക് 3 രൂപ റിഡക്ഷൻ കിട്ടി. അപ്പൊ അവർക്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് 32 രൂപയാണ് റിഡക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടിയത്. അപ്പൊ 3 രൂപ റിഡക്ഷൻ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പേനയ്ക്ക് എങ്ങനെയാണ് അവിടെ 3 രൂപ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ 32 പ്ലസ് 3 എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ 35 റുപ്പീസ് ആണ് അവർക്ക് ഉള്ളതെങ്കിൽ ഒരു പേനയ്ക്ക് 5 പേന ഉള്ളപ്പോ ഒരു പേനയ്ക്ക് 35 ഡിവൈഡഡ് ബൈ 5 സമം 7 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ 3 ആഡ് ചെയ്തപ്പോ അത് ഒരു നമ്പറിന്റെ 2 ടൈംസിനോട് 3 ആഡ് ചെയ്തപ്പോ 101 കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം. 3 ആഡ് ചെയ്യുക മീൻസ് നമുക്ക് മൈനസ് ചെയ്യണം. ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ദ നമ്പർ എന്ന് പറയുന്നത് 101 മൈനസ് 3 ആണ്. അപ്പൊ 101 മൈനസ് 3 ആയപ്പോൾ 98 എന്ന് പറയുന്നത് 2 ടൈംസ് ആണെങ്കിൽ ഒറിജിനൽ നമ്പർ 98 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 49 ആണ് നമ്മുടെ നമ്പർ. 2 added to 3 times of a number is 101. നേരത്തെ ഇവിടെ 2 ആഡ് ചെയ്തു. 2 ആഡ് ചെയ്യുക മീൻസ് 101 മൈനസ് 2 ആയിരിക്കും നമുക്ക്
ചെയ്യേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് തിരിച്ചു വരേണ്ടത്. അപ്പൊ നമുക്ക് ബിഫോർ ആഡിങ് ടു ദ നമ്പർ ഈസ് 101 മൈനസ് 2 ഈക്വൽ 31. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പർ എന്നുള്ളത് 99 ആണ്. അപ്പൊ 99 101 നിന്ന് 2 കുറച്ചപ്പോൾ 109 കിട്ടി. 3 ടൈംസ് ഓഫ് നമ്പർ 99 ആണെങ്കിൽ മറ്റേതെന്ന് പറയുന്നത് 99 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ആൻസർ ഈസ് 33. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തേതാണ്. 3 സബ്ട്രാക്റ്റഡ് ടു 2 ടൈംസ് ഓഫ് എ നമ്പർ ഈസ് 101. നേരത്തെ പറഞ്ഞത് ആഡ് ആണെങ്കിൽ ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണം. ഒറിജിനൽ നമ്പർ കിട്ടാൻ 101 പ്ലസ് 3 ഈക്വൽ 104 ആണ്. അപ്പൊ 2 ടൈംസ് ഓഫ് എ നമ്പർ ഈസ് 104. ദെൻ ഒറിജിനൽ നമ്പർ ഈസ് 104 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 52. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 സബ്ട്രാക്റ്റഡ് ടു 3 ടൈംസ് ഓഫ് എ നമ്പർ ഈസ് 101. അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒരു 3 ടൈംസിനോട് 2 കുറച്ചപ്പോ 101 കിട്ടി. അപ്പൊ ഇവിടെ കുറയ്ക്കുമ്പോൾ നമ്മൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ 101 പ്ലസ് 2 എന്ന് പറയുന്നത് 103 ആണ്. 3 ടൈംസ് ഈക്വൽ 103 ആണെങ്കിൽ നമുക്ക് ഒറിജിനലി ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടത്തില്ല. 103 ആണെങ്കിൽ അത് 103 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 33.3333 നിങ്ങൾ പൊക്കോണ്ടിരിക്കും. ഞാൻ റൗണ്ട് ഓഫ് ചെയ്തു 33.34 എന്ന് റൗണ്ട് ചെയ്തു. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് സം ഓഫ് 6 ടൈംസ് ഓഫ് എ നമ്പർ ആൻഡ് 4 ഈസ് 100. വാട്ട് ഈസ് ദ നമ്പർ? The sum of 6 times of a number is 4 and 4. അപ്പൊ ഒരു നമ്പറിന്റെ 6 ടൈംസും അതിനോടൊപ്പം 4 കൂടെ കൂട്ടിയപ്പോൾ 100 കിട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതോ ഒരു നമ്പറിന്റെ 6 ടൈംസ് എന്ന് പറയുന്നതിനെ പ്ലസ് 4. അപ്പൊ നമുക്കിവിടെ -4 ആവും. 100 - 4 ഈസ് ഈക്വൽ ടു 96 എന്ന് കിട്ടി. അപ്പൊ ഈ നമ്പർ ആണ് 6 ടൈംസ് ഓഫ് ദ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ 6 ടൈംസ് ഡിവൈഡ് ചെയ്യണം. ഒറിജിനൽ നമ്പർ ഈസ് 96 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 16 ആണ് നമ്മുടെ ഒറിജിനൽ നമ്പർ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ഓഫ് ദ സം ഓഫ് ദ നമ്പർ ആൻഡ് 6 ഈസ് 100. അപ്പൊ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 4 ടൈംസ് ദ സം ഓഫ് ദ നമ്പർ ആൻഡ് 6. അപ്പൊ നമുക്ക് നോക്കാം ഇത് എത്രയാണ്. ഒറിജിനൽ നമ്പർ 100 ആണെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 4 ടൈംസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 4. അപ്പം നമുക്കിവിടെ 25 എന്ന് കിട്ടി. അപ്പൊ നമ്പർ 25 എന്നല്ല, ഇതിനാണ് 25 എന്ന് കിട്ടിയത്. ഇനി ആ നമ്പറിന്റെ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് അവര്? 6 ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒറിജിനൽ നമ്പർ കിട്ടണമെങ്കിൽ നമ്മുടെ നമ്പറിൽ നിന്ന് 25 നിന്നും 6 മൈനസ് ചെയ്യണം. Its answer is 19. 13th question. The sum of 2 times of a number and 7 times the same number is 27. Which is the number? The sum of 2 times of a number and 7 times. അതായത് ഏതോ ഒരു നമ്പറിന്റെ ആദ്യം 2 ടൈംസ് എടുത്തു, പിന്നെ അത് കഴിഞ്ഞ് 7 ടൈംസ് എടുത്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പൊ 7 ഉം 2 കൂടെ ചെയ്യുമ്പോൾ 9 നമ്പേഴ്സ് ആയി. ആ 9 ടൈംസ് ഓഫ് ദ നമ്പർ ആണ് 27 എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 27 into 1/9 എന്നാണ്. അതായത് 27/9. അപ്പൊ 9 എന്ന് പറയുന്നത് ആൻസർ 3. നമുക്ക് 14th ക്വസ്റ്റ്യനിലേക്ക് പോവാം. If we added 12 times of a number and it gives 21 times of the number, which is the number? ഇവിടെ നമ്മൾ നമ്പർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആഡഡ് എക്സ് ആണ്. ആ നമ്പർ എക്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 12x പ്ലസ് 99 ആണ് നമ്മുടെ 21 എന്ന് പറയുന്നത്. 99 ആഡഡ് ടു 12 ടൈംസ് ആണ്. അപ്പൊ 12x പ്ലസ് 99 ഈക്വൽ ടു 21x എന്ന് പറഞ്ഞു. അപ്പൊ 21x ഈക്വൽ ഇത് എത്രയാണെന്ന് നമുക്ക് നോക്കണം. 29 മൈനസ് 21x മൈനസ് 12x. അപ്പൊ എക്സുകൾ ഈ 12x നേരെ നമ്മൾ സമത്തിന് ഇപ്പുറത്തേക്ക് വന്നപ്പോ പ്ലസ് മൈനസ് ആയിട്ട് മാറി. അപ്പൊ 21x മൈനസ് 12x എന്നുള്ള 9x. അപ്പൊ 9x ഈക്വൽ ടു 19 ആണെങ്കിൽ x ഈക്വൽ ടു 99/9 ഈക്വൽ ടു 11 ആയിരിക്കും നമ്മുടെ നമ്പർ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫുൾ ബോട്ടിൽ വാട്ടർ, പിന്നെ അതിന്റെ തന്നെ ആ ബോട്ടിൽ തന്നെ ക്വാർട്ടർ കൂടെ ചേർത്തപ്പോൾ 1 ലിറ്റർ ആയി. അതായത് ഒരു ഫുൾ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ ഫുള്ളും ഒഴിച്ചു, അതിന്റെ 4-1 കൂടെ ചേർത്ത് ഒഴിച്ചപ്പോഴാണ് ശരിക്കും 1 ലിറ്റർ ആയതെങ്കിൽ ആ ബോട്ടിൽ എത്രയുള്ളതാണ്? അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. ഫുൾ ബോട്ടിൽ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 എന്ന് പറയുന്നത് 1 ആൻഡ് അതിന്റെ ക്വാർട്ടർ 1/4. അപ്പൊ 1ഉം 1/4 കൂടെ ചേർത്തപ്പോഴാണ് 1 ലിറ്റർ, അതായത് 1000 മില്ലി ലിറ്റർ ആയിട്ട് വന്നത്. എങ്കിൽ നമുക്ക് എത്രയാണെന്ന് നോക്കാം. 1 ലിറ്റർ ബോട്ടിൽ നിന്ന് 1 + 1/4 ഈക്വൽ ടു 1 ആൻഡ് 1/4 ഈക്വൽ ടു നമുക്ക് അതിന്റെ ഈ ഇംപ്രോപ്പർ ആക്കി മാറ്റുമ്പോൾ എക്സെപ്റ്റ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആയിട്ട് മാറ്റുമ്പോൾ 5/4 എന്ന് പറയും. അപ്പൊ 5/4 ഓഫ് ദ ബോട്ടിലാണ്.
അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് ദ ബോട്ടിൽ ഹോൾഡ് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത് 4/5. അപ്പൊ നമുക്കിവിടെ എന്താണ് ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും, അതിന്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അപ്പൊ എന്താണ് 5/4 എന്നുള്ളത് 4/5 into 1000 എന്നാവും. 1000 = ആവും. അപ്പൊ എന്താണ് 4000 divided by 5 എന്നാവും. അത് = 800 milliliter. അപ്പൊ 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1/3 of a piece of a rope is cut away and it leaves 10 meters. What was the original length? അതായത് നമ്മളൊരു റോപ്പിന്റെ 1/3 കട്ട് ചെയ്ത് മാറ്റിയപ്പോ ബാലൻസ് 10 മീറ്റർ ഉണ്ടായിരുന്നു. എത്രയാണ് ഞാൻ ഒറിജിനലി റോപ്പിന്റെ ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിമൈനിങ് പാർട്ട് കണ്ടുപിടിക്കാൻ 1 - 1/3 ആണ്, 1/3 ആണ് എന്ന് പറഞ്ഞാൽ 3/3 - 1/3 എന്നാണ്. അതിനർത്ഥം 3 - 1/3, അതായത് 3 - 1 2 ആണ്. അപ്പൊ 2/3 എന്ന് പറയുന്നത് നമുക്ക് 2/3 10 മീറ്റേഴ്സിന് 2/3 എന്ന് പറയുന്നത് 5 മീറ്റർ ആണെങ്കിൽ നമുക്ക് റിമൈനിങ് ഓഫ് ദ റോപ്പ് എന്നുള്ള 5 മീറ്റർ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒറിജിനൽ ലെങ്ത് ഓഫ് ദ റോപ്പ് എന്ന് പറയുന്നത് 3/2 into 2/3 എന്നുള്ളത് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് 3/2 into 10 ആവും. അപ്പോ ആൻസർ എന്ന് പറയുന്നത് 30 divided by 2, 3 into 10/2 എന്ന് പറയുമ്പോൾ 15 മീറ്റർ. 30/2 ആണ്, 15 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. അടുത്തതെന്ന് പറയുന്നത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. Half of the milk in the bottle and 1/3 of the remaining was used up. Now there is 5 liters remaining. How many liters originally in the bottle? അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് 5 ലിറ്റർ വന്നു. എങ്ങനെയാണെങ്കിൽ മിൽക്ക് ബോട്ടിൽ എന്ന് പറയുന്നത് 1/2, അതായത് ഹാഫ് ഇൻറ്റു 1/3. അപ്പൊ ഹാഫ് ഓഫ് ദ മിൽക്ക് 1/2 into 1/3 plus 1/2 ആണ്. അതും 1/2 കൂടെ പകുതിയും കൂടെ ഹാഫും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത്. നമുക്ക് നോക്കാം. അതിനർത്ഥം 1/2 into 1/3 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പൊ 1/6 plus 1/2 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇനി LCM എടുക്കേണ്ടി വരും. LCM എന്ന് പറയുന്നത് 2-ന്റെയും 6-ന്റെയും ആണ്. അപ്പൊ നമുക്ക് LCM 6 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാം 3 + 1/6 ആണ്. അപ്പൊ അതിന്റെ LCM എടുത്ത് കഴിയുമ്പോൾ അതായത് 4/6 എന്ന് കിട്ടും. 4/6 എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്താൽ 2 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2/3 എന്ന് കിട്ടും. ഇനി നമുക്ക് അതിന്റെ ലെങ്ത് നോക്കാം. ടോട്ടൽ മിൽക്ക് ഇൻ ദ ബോട്ടിൽ എന്ന് പറയുന്നത് 1 - 2/3 ആണ്, ബൈ 5 ആണ്. അപ്പൊ ഈ 5 ഒക്കെ നമുക്ക് ഡിവൈഡ് ബൈ 5 എന്നുള്ളത് ഇൻറ്റു ആവും. അതുപോലെ 1/3 എന്നുള്ളത് 3/1 ആയിട്ട് മാറും. അതായത് 3 into 5 ആണ്. എന്ന് പറഞ്ഞാല് 15 ലിറ്റർ ആണ് ആ ബോട്ടിൽ മൊത്തം ഉണ്ടായത്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.